I watched Aad. I don't care what other people say, but honestly, Aad 2 was the best. But എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഞാൻ ബി ടി എസ് ലൈവ് കാണുമായിരുന്നു, പക്ഷേ അതാണ് ഞാൻ ഉടനെ തന്നെ എനിക്ക് റിവ്യൂ പറയാൻ പറ്റാഞ്ഞത്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് മൈ ഒപ്പീനിയൻ മാറ്റേഴ്സ്, ബട്ട് ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. സോ ആട് എന്ന് പറയുമ്പം തുടങ്ങിയത് ഞങ്ങൾ ഇച്ചിരി ലേറ്റായത്. യുദ്ധമെന്നും ആ പറയുന്ന സീനൊന്നും നമുക്കങ്ങനെ കിട്ടിയില്ലായിരുന്നു. ലൈക്ക് ആദ്യത്തെ ഒരു ലിറ്റിൽ ഉണ്ട്. കാരണം ഓഫ് കോഴ്സ് ഇവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കര ലേറ്റാണ് എവിടെയെങ്കിലും എത്താൻ. ആൻഡ് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഫസ്റ്റ് തൊട്ടേ നമുക്ക് ചിരിക്കാനുണ്ടായിരുന്നു. ഷാജി പാപ്പൻ ഓബ്വിയസ്ലി ജയസൂര്യ ഈസ് ദ ബെസ്റ്റ് ഫോർ എ കോമിക് റോൾ. പുള്ളിക്കാരൻ്റെ ജോലി പുള്ളിക്കാരൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സി ഐ എം നോട്ട് എ ക്രിട്ടിക്, ബട്ട് ഐ ഹാവ് വാച്ച്ഡ് ഓൾ ദീസ് മൂവീസ് ലൈക്ക് പുലിവാൽ കല്യാണം തൊട്ട് ഞാൻ ഇവരുടെയൊക്കെ ഫാനാണ്. അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡാണ് ഈ പുലിവാൽ കല്യാണം, അല്ലെങ്കിൽ എല്ലാം അങ്ങനത്തെ ആ കാലഘട്ടത്തിലുള്ള എല്ലാ ഈ കോമഡി മൂവീസും. അപ്പം ഇത് തുടങ്ങിയപ്പോൾ തൊട്ടേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറേയൊക്കെ ചിരിക്കാനുണ്ടായിരുന്നു. ആൻഡ് ഭയങ്കര എന്തുവാ പറയുമ്പോഴും ക്രിഞ്ചൊന്നും അങ്ങനെ തോന്നാറില്ല. ലൈക്ക് അവർ ക്രിഞ്ചാണ് പറയുന്നതെന്ന് എങ്കിൽ പോലും നമുക്കത് അവരുടെ ക്യാരക്ടറിന് നല്ലപോലെ സ്യൂട്ടാവുന്നുണ്ടായിരുന്നു. വിച്ച് ഐ റിയലി എൻജോയ്ഡ്. തിയേറ്ററിൽ ഓരോരുത്തർക്കും ഓരോ ഇൻട്രോ ഉണ്ടായിരുന്നു. സോ നമ്മളിങ്ങനെ വിചാരിക്കും ഓക്കെ ദിസ് ഇസ് ദ ബെസ്റ്റ് ഇൻട്രോ, പക്ഷെ അല്ല, ലൈക്ക് വേറെ ആൾ വരുന്നുണ്ട് വിത്ത് ദ ബെസ്റ്റ് ഇൻട്രോ. അങ്ങനെ അബു ആണെങ്കിലും ഷാജി പാപ്പനാണെങ്കിലും എല്ലാവർക്കും ഓരോ ഇൻട്രോ ഉണ്ടായിരുന്നു. ആൻഡ് വിച്ച് വാസ് അമേസിങ്. ആൻഡ് നമുക്ക് തന്നെ കഴിച്ചില്ല ഏത് ഇൻട്രോ ആണെന്ന്. ബട്ട് ദെൻ ഓക്കെ. ആൻഡ് സെക്കൻഡ് പാർട്ടിൽ കുറച്ച് നേരം ഞങ്ങൾ ഇച്ചിരി നേരം സൈലൻ്റ് ആയിരുന്നു. ലൈക്ക് ഒത്തിരി ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചിരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ സിസ്റ്ററിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. കാരണം അവൾക്ക് 2 കണ്ടിട്ടില്ല ശരിക്കും. ഓർ ഐ തിങ്ക് ഷീ വാച്ച്ഡ് എ ലോങ് ടൈം അഗോസ്. നമ്മൾ യു കെയിലുള്ള ഒരു തിയേറ്ററിലാണ് പോയത്. വെയിൽസിലുള്ളൊരു തിയേറ്ററിലാണ് പോയത്. പക്ഷേ വൂ ഐ ഡോണ്ട് നോ ആക്ച്വലി. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി നേരം സൈലൻ്റ് ആയിട്ടിരുന്നു. ആ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെയും ചിരിച്ച് തുടങ്ങി. ചില നെഗറ്റീവ്സ് എന്നല്ല, എനിക്കിതിനകത്ത് ഒരു പരാതി. ഞാൻ ഇതിൻ്റെ ഭയങ്കര ഈ സാഗയുടെ ഒരു വലിയ ഫാനാണ്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ യു ഗോ ടു എ തിയേറ്റർ, യു ഗോ ടു മൂവീസ് അല്ലെങ്കിൽ യു വാച്ച് മൂവീസ് ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്. എനിക്ക് ഈ റിയാലിറ്റി ചെക്ക്, പൊളിറ്റിക്സ് അതിനേക്കാട്ടിലൊക്കെ എൻ്റെ ലൈഫ് ഇനഫ് റിയാലിറ്റിയാണ് ഫോർ മീ ടു ബി ഡിപ്രസ്ഡ് അല്ലെങ്കിൽ തിങ്ക് അബൌട്ട് ഇറ്റ്, ഓർ റിയാലിറ്റി ചെക്കിനൊക്കെ പറ്റിയൊരു ലൈഫാണ് ഞാൻ ജീവിക്കുന്നത്. സോ എനിക്ക് വേണ്ടത് എപ്പോഴും ഇതുപോലെ ഒരു ഫാൻറ്റസി വേൾഡ് അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് കഥ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആൻഡ് ഓണസ്റ്റ്ലി ദിസ് വാസ് ദ ബെസ്റ്റ് ഫോർ മീ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി നേരം ഒരു സൈലൻസ് എന്താണ് എന്ന് ഇതാക്കാം. പക്ഷെ ദെൻ ഡ്യൂഡിൻ്റെയൊക്കെ ഇൻട്രോ വന്നു. പിന്നെ ഡ്യൂഡിൻ്റെ ഡ്യൂഡൊക്കെ ഇങ്ങനെ തിരിച്ച് വരവ് അതൊക്കെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കുറേയൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. പക്ഷെ നമ്മളിങ്ങനെ ഞാൻ ഭയങ്കര മൂവി ഇങ്ങനെ പ്രെഡിക്റ്റ് ആകാത്ത ഇപ്പം സംഭവിക്കും. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. സോ കാരണം ഞാൻ ഒത്തിരി മൂവീസ് ഇങ്ങനെ കാണാറുണ്ട്. ആൻഡ് ഐ നോ ഓക്കെ ഇത് അങ്ങനെ എന്ത് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇതിനകത്ത് ഞാൻ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തു എനിക്ക് മനസ്സുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്ത കുറേ സാധനമുണ്ട്. പക്ഷേ അത് പിന്നെയും സർപ്രൈസ് ചെയ്യാൻ, പിന്നെയും രസത്തിൽ അത് കാണിച്ചു തന്നു. ലൈക്ക് പിന്നെയും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ലപോലെ ആക്ട് ചെയ്തു. ഈവൻ ഞാൻ പറഞ്ഞ പോലെ ക്രിഞ്ച് സീനൊക്കെ ഡ്യൂഡിൻ്റെയൊക്കെ ചില ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിങ്ങനെ ക്രിഞ്ച് ആ സാധനം, പക്ഷേ അത് ക്രിഞ്ചല്ല. അദ്ദേഹം അത് പറയുമ്പോഴത്തേക്കും, വിനായകൻ അത് പറയുമ്പോഴത്തേക്കും അത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ബിക്കോസ് നമ്മൾ അത്രയും ഇൻവെസ്റ്റഡ് ആണ് ഓരോരോ ക്യാരക്ടേഴ്സിൽ. ഇതിൽ ഒരാളല്ല മെയിൻ. എവ്രി വൺ ഇൻ ദിസ് ഈസ് എ ഹീറോ ലൈക്ക് ഇതിനകത്ത്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് പറയാനുള്ള കാര്യങ്ങൾ കോസ്റ്റ്യൂംസ് വൈസാണ്. കോസ്റ്റ്യൂം വൈസിൽ നിങ്ങളിപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ സെക്കൻഡിൽ അങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഡീറ്റെയിലിംഗ് നോക്കുവാണെങ്കിൽ ജയസൂര്യ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്മൂത്ത്ലി അദ്ദേഹത്തിൻ്റെ പാനിനെടുക്കുന്ന ഒരു സീനുണ്ട്. അതിൻ്റെ അകത്ത് ഇവിടെ ഒരു കുഞ്ഞു പോക്കറ്റ് ഉണ്ട്. ആൻഡ് ഐ റിയലി ലൈക്ക് ദാറ്റ് ഡീറ്റെയിലിംഗ്. അത് മുന്നത്തേതിനുണ്ടായിരുന്നു എന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഐ എം സോറി ഇഫ് യു ഓൾറെഡി വാച്ച്ഡ് ഇറ്റ്, ബട്ട് ഐ എം വെരി ഇംപ്രസ്ഡ് ബൈ ദാറ്റ്. പിന്നെ അങ്ങനെ ഓരോ മാസ്സായിരുന്നു, എല്ലാം മാസ്സായിരുന്നു. പക്ഷെ അത്രയ്ക്കും ഫണ്ണായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് സോ മച്ച് ഫൺ. നമ്മളിങ്ങനെ ചില ആൾക്കാർക്കൊക്കെ തിയേറ്ററിൽ കുറേ ആൾക്കാർക്കൊക്കെ ഉറക്കം അങ്ങനെയൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ചില ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ബട്ട് അതിൻ്റെ അകത്തൊക്കെ നമുക്കൊരു പീസ് കാണാൻ പറ്റുന്നത് ദേ ആർ ഇൻവെസ്റ്റഡ് ഇൻ ഇറ്റ്. വേറൊരാൾക്ക് കഥ ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ
ഓരോ ഇത് ആ ക്യാരക്ടറാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. ആൻഡ് ഫുക്രു ഹി വാസ് ന്യൂ. പക്ഷേ അതിൻ്റെ അകത്ത് മുന്നത്തെ 2-ൽ ഞാൻ കണ്ടില്ലായിരുന്നു അദ്ദേഹത്തെ. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് അത് വേറൊരാളുണ്ടായിരുന്നു പകരം. പക്ഷേ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊരു വേറൊരു ഡിഫറെൻറ്റ് ഒരു ജെൻസി ക്യാരക്ടറാണ്. ഹു ഈസ് ഇൻവെസ്റ്റഡ് ഹിംസെൽഫ് ഇൻ റീൽസ് ആൻഡ് ഫോട്ടോഗ്രാഫി എല്ലാം റീൽ എടുക്കുന്ന അങ്ങനത്തെ വിച്ച് വാസ് ഫൺ. ലൈക്ക് പക്ഷേ ഒത്തിരി ഡയലോഗ്സ് ഒന്നുമില്ല. പക്ഷേ എല്ലാവർക്കും ഇതിനകത്ത് ഇൻഡിവിജ്വലി സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പം സണ്ണി വെയിൻ ഒക്കെ ആണെങ്കിൽ കുറേ നേരം സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്, കുറേ നേരം. ആൻഡ് എനിക്ക് ഏറ്റവും ഇപ്പോൾ പറയുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സണ്ണി വെയിൻ്റെ ഇൻട്രോ ആയിരുന്നു. ലൈക്ക് ഒരു സാധനമുണ്ട് അതിങ്ങനെ വരുമ്പോഴത്തേക്കും അതൊരു ഒരു 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 അടിപൊളി അസാധ്യമായിട്ട് അത് സൂപ്പറായിട്ട് നമ്മളിങ്ങനെ ഞാൻ അപ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ ഫോൺ ക്യാമറ ഓൺ ആക്കി എനിക്ക് ആ ഇൻട്രോ ഇടാം. പക്ഷേ അപ്പോഴത്തേക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല അത്രയും അങ്ങനത്തെ ഒരു ഇൻട്രോ സണ്ണി വെയിനിൻ്റെ. അതായത് ഒരു പേരെഴുതി വരുന്നൊരു സീനുണ്ട്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് യുവർ ക്യാമറ ബിക്കോസ് അതൊരു നല്ല ഷോട്ടാണ് അത് എടുക്കാൻ വേണ്ടിയിട്ട്. അത് നല്ലതായിരുന്നു. എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു ലേഡി ഉണ്ടായിരുന്നു, ഒരു ഇംഗ്ലീഷ് ലേഡി. പക്ഷേ എന്താ ഒരു ഇതാണ് പുള്ളിക്കാരി വാസ് സോ ഗുഡ്. ലൈക്ക് അവരുടെ ആ ഒരു ഇമോഷണൽ സ്പേസും ലൈക്ക് ആ ഒരു ബോൾഡ് ആറ്റിറ്റ്യൂഡും ഒക്കെ ഒത്തിരി നല്ലതാണ്. ഒത്തിരി മനസ്സിലാവാത്ത ഇംഗ്ലീഷ് ആൾക്കാർക്ക് പറഞ്ഞ് കുളവാക്കുക അല്ലെങ്കിൽ ഒത്തിരി ആക്സെൻ്റ് ഇടും അങ്ങനെയൊന്നും ഇല്ല. ദറ്റ് വാസ് ലൈക്ക് നമുക്ക് മനസ്സിലാവുന്ന ഇംഗ്ലീഷായിരുന്നു. ഒരു പെർഫെക്റ്റ്ലി ഡെലിവേർഡ് ദ ഡയലോഗ്സ്. വെരി ഷോർട്ട് ആൻഡ് പെർഫെക്റ്റ്ലി ഡെലിവേർഡ്. പക്ഷേ ഇറ്റ് വാസ് സോ ഗുഡ്. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഏറ്റവും ഒരു കോമഡി ഉണ്ടായി ഞങ്ങളുടെ തിയേറ്ററിൽ. സെക്കൻഡ് ഹാഫിന് 15 മിനിറ്റ്സ് ഇൻ്റർവെൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് 3, 2, 1 കഴിഞ്ഞപ്പോഴത്തേക്കും TV അണഞ്ഞു പോയി. അതിന് ഞങ്ങളത് മേ ബി ഇതായിരിക്കും തുടക്കം. ആൻഡ് ദെൻ മൂവി ആദ്യം തൊട്ടിട്ടു. അതിന് പൊട്ടന്മാരാണെന്ന് പറഞ്ഞോളൂ. അത് മൂവി ആദ്യം തൊട്ട് ഒന്നും കൂടെ വന്നപ്പോഴത്തേക്കും എല്ലാവരും കൂവലായി. ചിലരുടെ പടം മാറിയപ്പോൾ പടം മാറി. അപ്പം ഞങ്ങൾ ഫസ്റ്റിൽ എഴുതി വെക്കുന്ന അതൊന്നും കണ്ടില്ല. അപ്പോൾ സുരേഷ് ഏട്ടൻ എന്നൊക്കെ എഴുതിയപ്പോൾ ഞങ്ങൾ ദൈവമേ സുരേഷ് ഗോപിയുടെ പടം ഇപ്പോൾ ഇറങ്ങി ഇത് അങ്ങനത്തെ കുറേ കോമഡി സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതർ ദാൻ ദാറ്റ് ഇറ്റ് വാസ് സച്ച് ആൻ എക്സ്പീരിയൻസ്. കുറേ നേരം എടുത്ത പോലെയൊക്കെ തോന്നി ആ പടം. പക്ഷേ we were invested in that. I love that saga. അതുകൊണ്ട് ലൈക്ക് ലാസ്റ്റിൽ അവരുടെ ക്ലൈമാക്സ് എൻഡ് ചെയ്യിപ്പിച്ചതും എന്തോ ഒരു നിൻ്റെ തുടക്കം പോലെ ലൈക്ക് നല്ലൊരു എൻഡിങ് ആയിരുന്നു. അതും പാട്ട് എനിക്ക് തോന്നുന്നു 3rd പാർട്ടിന് 1st and 2nd അങ്ങനെ പാട്ടുണ്ടെന്ന് തോന്നുന്നു. സോ സം ടൈംസ് ദ ഡയലോഗ് ഡെലിവറി അത് മാത്രം ഇച്ചിരി ഒരു ചില സ്ഥലങ്ങളിൽ ഫോഴ്സ്ഫുൾ കോമഡി ചെയ്യുന്ന പോലെ തോന്നി. വിച്ച് ഈസ് ഫോർ മീ ഫോർ ദിസ് മൂവി ഞാൻ ഒരു സൈഡും പറയുമല്ല. പക്ഷേ എനിക്ക് ഈ മൂവിയിൽ ഐ എം ഇൻവെസ്റ്റഡ് ഇൻ ദിസ് യൂണിവേഴ്സ്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കാണാൻ. സോ എനിക്ക് അതിൻ്റെ അകത്ത് വലിയ കുറ്റമൊന്നും പറയാനില്ല. പക്ഷേ ചില ആളുകൾ അതിനകത്ത് കോമഡി ഡയലോഗ് പറയുമ്പം ഇങ്ങനെ ഒരു കുറച്ച് നേരം ഇങ്ങനെ പോസ് ഉണ്ട്. അപ്പോഴത്തേക്ക് ഇതിന് ഇച്ചിരി ഫോഴ്സ്ഫുള്ളി ഡയലോഗ് ജോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ് അങ്ങനെ തോന്നും. പക്ഷെ ഐ ഡോണ്ട് കെയർ ഒരു പന്ന ജോക്കൊന്നുമില്ല. ലൈക്ക് ആ ജോക്കൊക്കെ വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വൃത്തികെട്ട ജോക്കുകളൊന്നും അങ്ങനെ ഞാൻ കേട്ടില്ല അതിനകത്ത്. എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ ഇനി എനിക്ക് കേൾക്കാത്തത് കൊണ്ടാണോ, പക്ഷെ ഞാൻ കേട്ടെടുത്തൊന്നും ഒരു വൃത്തികെട്ട ജോക്കില്ല. ഇതൊരു ഫാമിലി എൻ്റർടൈനറാണ്. നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കഥ വരുമ്പം ഈ ടൈം ട്രാവലിംഗ് അതൊക്കെ ഓൾറെഡി ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ടൈം ട്രാവൽ അങ്ങനെയൊക്കെ വരുമ്പോൾ വേറൊരു യൂണിവേഴ്സ് ലൈക്ക് നമ്മളിപ്പം ട്രെൻഡിങ് ആണല്ലോ ഇപ്പം ലോക മൂവിയൊക്കെ പോലെ. ലൈക്ക് അങ്ങനൊന്നും അല്ല. പക്ഷേ പഴയ കാലത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഐറണിയാണ്. ലൈക്ക് ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ രാജാക്കന്മാരുടെ ഭരണം അങ്ങനെയൊക്കെ കുന്നതൊക്കെ ശ്രദ്ധിക്കുമ്പം എന്താണ് ജനങ്ങൾ കഷ്ടപ്പെടുന്നതിൻ്റെ നികുതിയെ കൊടുത്തില്ലെങ്കിൽ അവരുടെ തന്നെ തല വെട്ടുക. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒത്തിരി ഐറണി അങ്ങനത്തെ ഇപ്പം നമ്മൾ ചിന്തിക്കരുത് കാരണം ദിസ് ഈസ് എ ഫൺ വാച്ച്. പക്ഷെ ചിന്തിക്കുവാണെങ്കിൽ നമുക്കിതിനകത്ത് ഒത്തിരി ഐറണി യു ക്യാൻ സീ ലിറ്ററലി ഡബിൾ സ്റ്റാൻഡേർഡ്സ്, ഡയബോളിക്കൽ ദോസ് കൈൻഡ് ഓഫ് സ്റ്റഫ്. പക്ഷേ ഇതങ്ങനെ ഒന്നും അല്ല. ലൈക്ക് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ പഴയ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു പഴയ ഒരു കാലത്ത് 17th century സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ. പിന്നെ എനിക്ക് ഈ ഷർബത്ത് ഷമീറിൻ്റെ ലൈക്ക് ഇങ്ങനെ ഒരു സ്പെഷ്യൽ മീശയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. എനിക്ക് ആരോ പറഞ്ഞു അതിൻ്റെ അകത്ത് സൽമാൻ ഖാൻ ദബാങ്ങിലുള്ള ഒരു റെഫറൻസ് ആണ് അന്ന്. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഓഫ് ഇറ്റ് ഈസ് ട്രൂ, ബട്ട് റിയലി എൻജോയ് ദാറ്റ്. പിന്നെ പറഞ്ഞ പോലെ എല്ലാം കൊണ്ടും മൂവി നല്ലതായിരുന്നു. ലൈക്ക് യു മസ്റ്റ് വാച്ച് ഇഫ് യുവർ ലൈഫ് ഈസ് ലൈക്ക് so boring or you are being through something, like you should go watch because in theaters നിങ്ങൾ ഒറ്റയ്ക്ക് പോയാലും ഒരുമിച്ച് പോയാലും ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആരെങ്കിലുമൊക്കെ അടുത്തിരിക്കുന്നവർ എന്തായാലും നല്ല ഫണ്ണായിരിക്കും. ലൈക്ക് ചിരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ച് ചിരിക്കാം, പൊട്ടിച്ചിരിക്കാം. അങ്ങനെയൊക്കെയുണ്ട്. പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായ പോരായ്മകളുണ്ട്.
പക്ഷേ ഇതിനകത്ത് പോരായ്മകളൊന്നും എനിക്ക് അങ്ങനെ പോരായ്മകളായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. എനിക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. പക്ഷേ മൂവീൻ്റെ വേറൊരു കാര്യം, ഈച്ചും ഇൻഡിവിജ്വൽ ഹാസ് എ മ്യൂസിക്. ഓരോരുത്തർക്കും ഉള്ള മ്യൂസിക് എനിക്ക് തോന്നുന്നു ഷാൻ റഹ്മാൻ ആയിരുന്നു ഇതിൻ്റെ മ്യൂസിക്. എനിക്ക് ഒത്തിരി പേരുടെ ഇങ്ങനെ അയ്യോ അവരിത് ചെയ്തു അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഷാൻ റഹ്മാൻ ആണ് BGM ഒക്കെ കൊടുത്തിട്ടുള്ള എല്ലാവരുടെയും മ്യൂസിക് അത് കുറച്ചും കൂടെ ഇപ്പോൾ 2 വന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നിയത് ഞാൻ 3 തിയേറ്ററിൽ കണ്ടുകൊണ്ടായിരിക്കും ആ എല്ലാവരുടെയും മ്യൂസിക്കിൽ കുറച്ചും കൂടെ എന്തൊക്കെയോ ആഡപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഹൈപ്പ് 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 അത് ആ മ്യൂസിക് കൂടെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ നമുക്കൊരു കൺഫ്യൂഷൻ ആവും. നമ്മളിത് ആരുടെ ഫാനാണ് എനിക്കങ്ങനെ ഒരാളുടെ ഫാൻ എങ്ങനെ എനിക്കാവാൻ പറ്റുന്നില്ല. എനിക്ക് ഡ്യൂഡിൻ്റെ റീ എൻട്രി ഇഷ്ടപ്പെട്ടു. അതുപോലെ എനിക്ക് സാത്താൻ സേവിയറുടെ എൻട്രി എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ലൈക്ക് മാസ് വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇൻട്രോ സീനിൽ. പക്ഷേ എനിക്ക് ഇതിൽ ആരാണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് എല്ലാവരും ഫേവറേറ്റ് ആണ്. എനിക്ക് ഒരുപോലെ എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെടും. ഐ മീൻ മൈ ഒപ്പീനിയൻ ഡസൻറ്റ് മാറ്റർ ബട്ട് ഐ എം ടെല്ലിങ് യു ലൈക്ക് ഇറ്റ്സ് സോ വർത്ത് ടു വാച്ച് ഇറ്റ്. Comment below your whatever opinions if you like this movie. Thanks for watching.